രതീഷിനെ പേടിച്ച് നിൽക്കുകയാണ് വീട്ടുകാർ. കാരണം രതീഷിനെ അധികം അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല. രതീഷ് കണ്ടസ്റ്റൻ്റ് ആണോ അതോ ഗസ്റ്റ് ആണോ എന്നുള്ള കാര്യത്തിൽ വീട്ടുകാർക്ക് ഇപ്പോഴും ഡൗട്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഡൗട്ട് വാല്യുബിൾ ആണ്. അതുകൊണ്ട് തന്നെ രതീഷിൻ്റെ അടുത്ത് അധികം അവർ സംസാരിക്കുന്നില്ല. അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന ടോപ്പിക്കുകൾ ഇങ്ങനെയാണ്, പുറത്തെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ആയിട്ടുള്ള ഒരു ഹിൻഡ് പോലും അങ്ങോട്ട് ഇടുന്നില്ല. ആകെ മൊത്തം ഒരു കൺഫ്യൂസിങ്ങിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് രതീഷ് കണ്ടസ്റ്റൻ്റ് ആണോ, രതീഷ് വൈൽഡ് കാർഡായിട്ട് കണ്ടസ്റ്റൻ്റ് ആയിട്ട് വന്നതാണോ അതോ ഗസ്റ്റ് ആണോ, ആകെ മൊത്തം ഒരു കൺഫ്യൂഷനാണ്. ഈ പറഞ്ഞ പോലെ രതീഷിനും ഭയങ്കരമായിട്ടുള്ള മെൻ്റൽ പ്രഷറുണ്ട്. ഈവൻ രതീഷിൻ്റെ അടുത്ത് ഒരു കണ്ടസ്റ്റൻ്റ് ആവില്ല, നിങ്ങളൊരു ഗസ്റ്റ് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രതീഷിനെ വിട്ടാന്നുണ്ടെങ്കിൽ രതീഷിന് ഭയങ്കരമായിട്ടുള്ള ഒരു മെൻ്റൽ പ്രഷർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം അവിടെ അത്രയും കണ്ടസ്റ്റൻസ് ഉള്ളതാണ്. അപ്പോൾ രതീഷിന് അവിടെ പോയിരിക്കുമ്പോൾ അവർ കളിക്കുന്നു, അവർ പ്ലേ ചെയ്യുന്നു, രതീഷിന് മാത്രം അവിടെ പ്ലേ ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ബിഗ് ബോസ് എനിക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റുമോ, എനിക്ക് ഈ ടീമിലേക്ക് പോകാൻ പറ്റുമോ, എനിക്ക് സജഷൻസ് പറയാൻ പറ്റുമോ എന്നെല്ലാം ചോദിക്കുമ്പോൾ ഇല്ല രതീഷ് നിങ്ങൾ ഗസ്റ്റ് ആണെന്ന് പറയുകയാണ്. അപ്പോൾ ഒരു സീസണിലെ, അതായത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സീസണിലെ തന്നെ ഒരു എവിക്റ്റായി പോയിട്ടുള്ള ഒരു എക്സ് കണ്ടസ്റ്റൻറ്റിനെ തിരിച്ചു കൊണ്ടുവന്ന് അവിടെ ഇരുത്തി അവരുടെ മുന്നിട്ട് ബാക്കിയുള്ളവർ കളിക്കുന്നത് കാണുമ്പോഴത്തേക്കും അത് റിയലി ബാഡായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അതോടൊപ്പം തന്നെ അഭിഷേക് ശ്രീകുമാറിൻ്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ആണ് പൊത്തി അടപ്പിച്ച് വെച്ചിരിക്കുന്നത്. ശ്രീകുമാറിൻ്റെ കാലിബർ എത്രത്തോളം ഉണ്ടെന്ന് ഫസ്റ്റ് ദിവസം നമ്മൾ കണ്ടതാണ്. ശ്രീകുമാർ ഈ ഒരു ഷോയിലേക്ക് അഭിഷേക് ശ്രീകുമാർ, ഞാൻ ഇനി അഭിഷേക് എന്നേ പറയുന്നുള്ളൂ കാരണം ഒരു അഭിഷേകേ നമുക്കുള്ളൂ, അഭിഷേകിനെ ഈ ഷോയിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത്. അഭിഷേക് ഓഡീഷനിലും ഇൻ്റർവ്യൂവിലും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഈ പറയുന്ന LGBTQ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ആൻറ്റി LGBTQ ആളാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് അഭിഷേകിൻ്റെ ഈ ക്വാളിറ്റി എല്ലാം കണ്ട് ഇതിനെക്കുറിച്ച് അഭിഷേക് വന്ന ഷോക്കകത്ത് സംസാരിക്കും. അപ്പം നമുക്ക് കണ്ടന്റ് ഉണ്ടാവും എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടിട്ടായിരിക്കും അഭിഷേകിനെ സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇതേ അഭിഷേക് വന്ന്, ഞാൻ ഈ ടോപ്പിക്ക് മുമ്പ് സംസാരിച്ചിട്ടുള്ളതാണ്, ഇതേ അഭിഷേക് വന്ന് ഈ ഷോക്കകത്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തുകൊണ്ട് അവർ വാണിംഗ് കൊടുക്കുന്നു അല്ലെങ്കിൽ യെല്ലോ കാർഡ് കൊടുക്കുന്നു, ഒരു കമ്മ്യൂണിറ്റിയെക്കുറിച്ച് ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അഭിഷേകിനോട് അടിച്ചൊതുക്കി ഇരുത്തുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ അഭിഷേകിനെ സെലക്ട് ചെയ്യേണ്ടായിരുന്നല്ലോ. അഭിഷേകിനെ ആകെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവിടെ ഓരോരുത്തരും വരുന്നത് ഓരോരോ ഐഡിയോളജീസും കണ്ടാണ്. ഒട്ടും ഐഡിയോളജി ഒന്നുമില്ലാതെ ഗെയിം പ്ലേ ചെയ്യാൻ വരുന്ന ആളുകളും ഉണ്ട്. പക്ഷേ അഭിഷേകിൻ്റെ കാഴ്ചപ്പാട് ഇതാണ്, അഭിഷേക് അത് വ്യക്തമായിട്ട് പറയുന്നുമുണ്ട്. അപ്പം ആ ഒരു കാര്യം അഭിഷേക് അവിടെ വന്നപ്പോൾ അഭിഷേകിന് യെല്ലോ കാർഡും കൊടുത്ത് അവിടെ അടിച്ചൊതുക്കി ഇരുത്തുന്നതിൻ്റെ ഒരു ഭാഗം ഇന്ന് റസ്മിനുമായിട്ട് നടത്തുന്ന ഒരു നോർമൽ ഫോൺ കോൾ പോലത്തെ ഒരു വിഷയത്തിൽ പറയുന്നുണ്ട്. കാരണം ആരെ ടാർഗറ്റ് ചെയ്യാനാണോ വന്നത് അഭിഷേക് ശ്രീകുമാറിന് അതിന് പറ്റുന്നില്ല, ബിഗ് ബോസ് അതിന് സമ്മതിക്കുന്നില്ല, ആരുടെ കൂടെ കൂട്ടുകൂടാനാണോ വന്നത് അതിന് സമ്മതിക്കുന്നില്ല, മൊത്തം അലങ്കോലാക്കി ബിഗ് ബോസ് വെച്ചിരിക്കുകയാണ്. ഒന്നും അയാളൊരു ചെറിയൊരു മെയിൽ ഷോവിനിസം ഉള്ള ഒരാളാണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. എന്തായിക്കോട്ടെ, പുള്ളിക്കാരനെ നന്നായിട്ട് പ്ലേ ചെയ്യാൻ അവിടെ ആരുന്നല്ല ബിഗ് ബോസ് സമ്മതിക്കുന്നില്ല. അപ്പോൾ അതെനിക്കൊരു ഭയങ്കര ഒരു ചതിയായിട്ട് ഫീൽ ചെയ്തു. അല്ലെങ്കിൽ അഭിഷേക് ശ്രീകുമാരനെ ഒന്ന് കൺഫഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് ചെറുതായിട്ടൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ആശയം പറയാം കേട്ടോ, ഒത്തിരി അതിര് കിടക്കാതിരുന്നാൽ മതി എന്നുള്ള ലെവലിൽ പോലും സംസാരിക്കുന്നില്ല. പിടിച്ച് മൂടി കെട്ടി വെച്ചിരിക്കുന്ന കണക്ക് മിണ്ടാതിരുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന അഭിഷേക് ശ്രീകുമാർ വരുന്ന നെഗറ്റീവിന് മൊത്തം ഉത്തരവാദികൾ ബിഗ് ബോസ് ആണ്. കാരണം അയാൾക്ക് സംസാരിക്കാനായിട്ടുള്ള ഒരു സ്പേസ് ബിഗ് ബോസ് കൊടുക്കുന്നില്ല. അയാളെ വാൺ ചെയ്ത് പിടിച്ച് വെച്ചിരിക്കുകയാണ് ലാലേട്ടനെ കൊണ്ട്. ഞാൻ ഇനിയും കിടന്ന് അലയ്ക്കുന്നില്ല, വൈകിപ്പിക്കേണ്ട, തുടങ്ങാം നമുക്ക് ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 6 ഡേ 50 ഏപ്രിൽ 29 ഇന്നത്തെ ഫുൾ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ രാവിലെ തന്നെ കണ്ണാരേ കണ്ണാരേ കടമ്പ് മരം പൂത്തില്ലേ ഈ പാട്ടോടുകൂടി വീട് ഉണരുകയാണ്. രതീഷും ജിൻഡോയും കൂടെ കിച്ചണിൽ നിൽക്കുകയാണ്. അപ്പോൾ ജിൻഡോ പറയാണ്, ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനം ഉണ്ട്, എൻ്റെ കൂടെ രതീഷ് അണ്ണ അങ്ങ് നിന്നാൽ മതി, ഓക്കെ, ഒറ്റയ്ക്കങ്ങ് നിന്നാൽ മതി. ഇവിടെ നാട്ടുരാജാവായി ഞാനിവിടെ എന്നെ തന്നെ ഇവിടെ രാജാവാക്കി വാഴ്ത്തുന്നുണ്ട്. അതായത് ഞാൻ പുറത്ത് നല്ലൊരു ഔട്ട്പുട്ട് രാജാവാക്കി കൊടുക്കുന്നുണ്ട്, നിങ്ങളും കൂടെ എൻ്റെ കൂടെ നിന്നാൽ മതി. പക്ഷേ ജിൻഡോ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ, ഇത് ഗസ്റ്റ് ആണ് എന്നുള്ളൊരു ലെവലാണ് ജിൻഡോ വിശ്വസിക്കുന്നത്. പിന്നീട് കാണിക്കുന്ന മെയിനായിട്ട് ഇന്നത്തെ എപ്പിസോഡിലെ ഇൻസിഡൻറ്റ്, റസ്മിൻ അധികാരം ഏറ്റെടുക്കുന്നു, ശ്രീതു അധികാരം കൊടുത്ത് ക്യാപ്റ്റൻ ആവുന്നു. അതിനുശേഷം പവർ റൂമിലുള്ള ഗബ്രിയെയും ഋഷിയെയും എക്സ് ക്യാപ്റ്റൻ ആയിരുന്ന ശ്രീതുവിനെയും ഓരോ ടീമിലേക്ക് ഇടുകയാണ്. ജാസ്മിൻ ജാഫർ, ജിൻഡോ, അൻസിബ ഇവരുടെ ഡെൻ ടീമിലേക്ക് ശ്രീതുവിനെ ഇടുന്നു, കിച്ചൺ ടീമാക്കുന്നു അവരെ. പിന്നീട് അഭിഷേക് ശ്രീകുമാർ, നോറ ഇവരുടെ ടീമിലേക്ക് ഋഷിയെ ഇടുന്നു, ബാത്റൂം ടീമാക്കുന്നു അവരെ, ടണൽ ടീം. ദെൻ നെക്സ്റ്റ് ടീമായിരുന്ന അപ്സര, അർജുൻ, സിജോ ഇവരുടെ ടീമിലേക്ക് ഗബ്രിയെ ഇടുന്നു, ഫ്ലോർ ടീമാക്കുന്നു. ഡെന്നിൻ്റെ ക്യാപ്റ്റൻ ജാസ്മിൻ, ടണലിൻ്റെ ക്യാപ്റ്റൻ അഭിഷേക് ശ്രീകുമാർ, നെസ്റ്റിൻ്റെ ക്യാപ്റ്റൻ സിജോ എന്നിങ്ങനെയാക്കി മാറ്റുകയാണ്. അപ്പോൾ അതിനുശേഷം പവർ റൂമിൽ നിന്നും ഈ പറയുന്ന പോലെ ഈ സംഭവം നടക്കുന്നതിന് മുന്നെയാണ് ഞാൻ ആ ഇൻസിഡൻറ്റ് വിട്ടുപോയി. പവർ റൂമിൽ നിന്നും 2 പേരെ ഇറങ്ങാൻ പറയുകയാണ് ബിഗ് ബോസ്. അങ്ങനെ അവർ ഏകകണ്ഠമായി തീരുമാനിച്ച് 2 പേരെ ഗബ്രിയും ഋഷിയും പുറത്ത് പോട്ടെ എന്നുള്ള ഒരു ലെവലിലേക്ക് തീരുമാനങ്ങൾ പവർ റൂമിനകത്ത് എത്തുന്നു. അങ്ങനെയാണ് അവർ ഈ ടീമിൽ നിന്നും പോകുന്നത്. അതിനുശേഷം പവർ റൂമിനകത്ത് കയറാൻ വേണ്ടിയിട്ട് കണ്ടസ്റ്റൻസ് തമ്മിൽ മത്സരം നടക്കുന്നുണ്ട്. ആർക്കൊക്കെ താല്പര്യമുണ്ട് എന്ന് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്. സിജോ,
സായി, നന്ദന, ജാസ്മിൻ, ജിൻഡോ. ഇവർ 5 പേര് തമ്മിൽ ആക്ടിവിറ്റി ഏരിയയിൽ വെച്ചിട്ടൊരു ഡിബേറ്റ് നടക്കുന്നുണ്ട്. ആരെക്കാൾ കൂടുതൽ അർഹനാണ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരെ പുറത്താക്കണം. അത് ഏകകണ്ഠമായും ഗ്രൂപ്പ് ചേർന്നും ഇൻഡിവിജ്വലായിട്ടും ഒക്കെ അവർ കളിക്കുന്നുണ്ട്. അങ്ങനെ ഫസ്റ്റ് റൗണ്ടിൽ ജാസ്മിൻ ഔട്ട് ആവുന്നു, സെക്കൻഡ് റൗണ്ടിൽ ജിൻഡോ ഔട്ട് ആവുന്നു, തേർഡ് റൗണ്ടിൽ സിജു ഔട്ട് ആവുന്നു. 2 പേർക്ക് പവർ റൂമിൽ കയറാം. അങ്ങനെ സായിയും നന്ദനയും പവർ റൂമിൽ കയറുവാണ്. പിന്നീട് അതിനുശേഷം ടീമിൻ്റെ ഡ്യൂട്ടിയും കാര്യങ്ങളും എല്ലാം തന്നെ റസ്മിൻ പറഞ്ഞു കൊടുക്കുന്നു. പിന്നീട് അതിനുശേഷം ബിഗ് ബോസ് പറയുന്നുണ്ട് അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റൻ്റെ മത്സരമാണ് ഈ ആഴ്ച നടക്കാൻ പോകുന്ന 3-4 ടാസ്കുകൾ. ഈ ടാസ്കുകൾ വിജയിച്ച് ക്യാപ്റ്റൻ ആവുന്ന ആളാണ് അടുത്ത ആഴ്ച റാൻഡമായിട്ട് ഡെന്നും നെസ്റ്റും ടണലും പവർ റൂമും ഒക്കെ തന്നെ തീരുമാനിക്കുന്നത് പഴയതുപോലെ. അപ്പോൾ കളി എവിടെ മാറ്റി? എന്നിട്ട് ഓരോരുത്തർക്കും ഓരോ കളേഴ്സും കൊടുക്കണം. ഹൗസ് തിരിച്ച് സ്കൂളിലൊക്കെ കൊടുക്കും പോലെ പവർ ടീമിന് ഗ്രീന്, ടണലിന് റെഡ്, ഡെന്നിന് യെല്ലോ, നെസ്റ്റിന് ബ്ലൂ, അങ്ങനെ 4 കളറും തിരിച്ച് കൊടുക്കുന്നു. പവർ ടീമിനെ ആനയിക്കുന്നു. ദെൻ മീറ്റിംഗ് ആണ് നടക്കുന്നത്. അതായത് ക്യാപ്റ്റൻ പറയുന്ന മീറ്റിംഗ്. ക്യാപ്റ്റൻ പറയുന്നത് ഇവിടെ തർക്കം ആവാം, അതിൽ കടക്കരുത്, ഫിസിക്കലി ആരെയും ഹേർട്ട് ചെയ്യരുത്, എങ്കിൽ എന്തെങ്കിലും ടാസ്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ ഞാൻ അവരെ ഡിസ്ക്വാളിഫൈ ചെയ്യും എൻ്റെ അധികാരം വെച്ച്. അപ്പോൾ ജിൻഡോ പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് ഞാൻ മാത്രമല്ല അവിടെ ഫിസിക്കലി അറ്റാക്കുന്ന അഭിഷേക് ശ്രീകുമാറും ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റാണ് സമ്മതിച്ചു. അയാൾ സമ്മതിച്ചിട്ടുണ്ട്, അയാൾ മാപ്പ് പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ എന്തിനാണ് അതിൻ്റെ ഇടയ്ക്ക് അതിനെ വലിച്ചിടുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഋഷിയും ഈ പറയുന്ന ജിൻഡോയും കൂടെ ആയിട്ടുള്ള യമണ്ടം വഴക്കാണ് ഇന്നലത്തെ പ്രൊമോയിൽ നമ്മൾ കാണുന്നത്. അതിനിടയ്ക്കാണ് നിങ്ങൾ ഷോ കാണിക്കേണ്ട, ഞാൻ ക്യാമറയ്ക്ക് വേണ്ടിയല്ല ചെയ്യുന്നതെന്നെല്ലാം ഋഷി ജിൻഡോയുടെ അടുത്ത് പറയുന്നതും ജിൻഡോ അതിനുശേഷം നീ കൂടുതൽ ഷോ ഒന്നും ഇങ്ങോട്ട് കാണിക്കേണ്ടടാ എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരുടെ ഒരു വഴക്കാവുന്നത്. അതിനുശേഷമാണ് നമ്മുടെ നോമിനേഷൻ വരുന്നത്. ഡയറക്റ്റായിട്ട് പവർ റൂം ജാസ്മിനെ നോമിനേറ്റ് ചെയ്യുന്നു, പണി ചെയ്യാത്തത് കൊണ്ട്. അഭിഷേക് ശ്രീകുമാർ ഡയറക്ടറായിട്ട് നോമിനേറ്റഡ് ആണ് ബൈ ലാലേട്ടൻ. 2 ആഴ്ചത്തെ ശിക്ഷ കൊടുത്തിരിക്കുന്നതുകൊണ്ട് പവർ റൂമിലുള്ള ശരണ്യ, സായി, നന്ദന, ശ്രീരേഖ ഇവരെ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ക്യാപ്റ്റനായിട്ടുള്ള റസ്മിനെയും നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബാക്കിയുള്ളവരെ നോമിനേറ്റ് ചെയ്യാൻ ബിഗ് ബോസ് പറയുന്നു. അങ്ങനെ നോമിനേഷൻ ക്ലോസ്ഡ് നോമിനേഷനാണ്. അഭിഷേക് അൻസിബയുടെയും അപ്സരയുടെയും പേര്, ഋഷി അർജുൻ്റെയും ജിൻഡോയുടെയും പേര്, നോറ ജിൻഡോയുടെയും അർജുൻ്റെയും പേര്, സിജോ അൻസിബയുടെയും ഋഷിയുടെയും പേര്, അർജുൻ അൻസിബയുടെയും ഗബ്രിയുടെയും പേര്, അപ്സര അൻസിബയുടെയും ഋഷിയുടെയും പേര്, ഗബ്രി അൻസിബയുടെയും ജിൻഡോയുടെയും പേര്, ജിൻഡോ നോറയുടെയും ഋഷിയുടെയും പേര്, ജാസ്മിൻ അൻസിബയുടെയും നോറയുടെയും പേര്, അൻസിബ ഗബ്രിയുടെയും സിജോയുടെയും പേര്, ശ്രീതു ഗബ്രിയുടെയും അൻസിബയുടെയും പേര്, ശ്രീരേഖ ജിൻഡോയുടെയും അർജുൻ്റെയും പേര്, നന്ദന ജിൻഡോയുടെയും ഗബ്രിയുടെയും പേര്, സായി ഋഷിയുടെയും നോറയുടെയും പേര്, ശരണ്യ ജിൻഡോയുടെയും ഗബ്രിയുടെയും പേര്, റസ്മിൻ സിജോയുടെയും ജിൻഡോയുടെയും പേര്. ഇത്രയാണ് ഓരോരുത്തരും കാരണങ്ങൾ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് അൻസിബയുടെ പേര് ഏറ്റവും കൂടുതൽ പേര് പറയുന്നത് അൻസിബയ്ക്ക് വീട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല എന്നുള്ള കാരണം കൊണ്ടാണ് പറയുന്നത്. അപ്സരയുടെ പേര് ഒരാൾ മാത്രമേ പറയുന്നുള്ളൂ, അപ്സര വീക്കാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. പിന്നെ അർജുൻ്റെ പേരെല്ലാവരും പറയുന്നത് സേഫ് ഗെയിം കളിച്ച് മുങ്ങിപ്പോകുന്നു, ഇപ്പോൾ കളിക്കുന്നില്ല, പഴയതുപോലെ ആക്റ്റീവ് അല്ല എന്നുള്ള കാരണമാണ്. ജിൻഡോയുടെ പേര് എല്ലാവരും പറയാൻ കാരണം ഈ വീട്ടിൽ നടക്കുന്ന ഫിസിക്കൽ ആയിട്ടുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ ജിൻഡോയ്ക്ക് സംസാരിക്കാൻ അറിയില്ല, നിലവാരമില്ല, ആ ലെവലാണ്. ഋഷിയുടെ പേരെല്ലാവരും പറയുന്നത് ഋഷിക്ക് സൗണ്ട് ഇല്ല, അൻസിബയ്ക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്നു, വേറെ കാര്യങ്ങൾ ഇടപെടുന്നില്ല എന്നുള്ള കാരണമാണ്. ഗബ്രിയുടെ പേര് എല്ലാവരും പറയാൻ കാരണം ഗബ്രിക്ക് നോമിനേഷൻ പേടിയാണ്, ജാസ്മിൻ്റെ കൂടെ നിൽക്കുന്നു, പവർ റൂമിൽ കയറിയിട്ട് ഒന്നും ഋഷി ചെയ്യുന്നില്ല എന്നുള്ള കാരണങ്ങൾ. നോറയുടെ പേര് പറയാൻ കാരണം നോറ ഇമോഷണലി ഡൗൺ ആണ്, പല കാര്യങ്ങളിലും നോറ പേഴ്സണൽ ഗ്രഡ്ജ് ആ ഒരു സംഭവത്തിലേക്കാണ് നോറയുടെ സംഭവം കൊണ്ടുപോകുന്നത്, വിക്ടിം കാർഡ് കളിക്കുന്നു എന്നുള്ള ലെവലിൽ. സിജോടത് പേര് പറയാൻ കാരണം സിജോ കാട്ടുതീയായിട്ട് വന്നിട്ട് ഇവിടെ തീപ്പൊരി പോലും കത്തിക്കുന്നില്ല എന്നുള്ള കാരണമാണ്. അപ്പോൾ അൻസിബയ്ക്ക് മൊത്തം 7 വോട്ട്, അപ്സരയ്ക്ക് 1 വോട്ട്, അർജുന് 3 വോട്ട്, ജിൻഡോയ്ക്ക് 7 വോട്ട്, ഋഷിക്ക് 4 വോട്ട്, ഗബ്രിക്ക് 5 വോട്ട്, നോറയ്ക്ക് 3 വോട്ട്, സിജോയ്ക്ക് 2 വോട്ട്. ഇതാണ് ടോട്ടൽ വോട്ടിംഗ് ഡിസ്ട്രിബ്യൂഷൻ. പക്ഷേ നോമിനേഷനിൽ വരുന്നത് അൻസിബ, അർജുൻ, ജിൻഡോ, ഋഷി, ഗബ്രി, നോറ, സിജോ, പിന്നെ അഭിഷേക് ശ്രീകുമാർ ഡയറക്റ്റ് നോമിനേറ്റഡ്, ജാസ്മിൻ ഡയറക്റ്റ് നോമിനേറ്റഡ്. അങ്ങനെ ഇവർ 9 പേരാണ് നോമിനേഷനിൽ വരുന്നത്. പിന്നീട് ഇവർക്ക് രാത്രി ചൂരൽ കഷായം എന്ന് പറഞ്ഞിട്ട് ഒരു ടാസ്ക് കൊടുക്കുവാണ്. ചൂരൽ കഷായം ടാസ്ക് എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി നമ്മുടെ ഗാർഡൻ ഏരിയയിൽ ഒരു വലിയൊരു വട്ടം വരച്ചിട്ടുണ്ട്. ഒരാളെ നടുക്ക് കണ്ണ് കെട്ടി നിർത്തിയിരിക്കും. ആ വട്ടത്തിനകത്ത് നിന്ന് വേണം കളിക്കാൻ, പുറത്ത് പോയി കഴിഞ്ഞാൽ ഔട്ടാവും. ഒരു ബലൂൺ പോലത്തെ ഒരു ചൂരൽ പോലത്തെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്, അത് വെച്ച് ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റിനെ അടിക്കുക. അപ്പോൾ ഈ വട്ടത്തിനകത്ത് നിന്ന് കണ്ണും കെട്ടി നിന്ന് അടിക്കുമ്പോഴത്തേക്ക് ആരുടെ ദേഹത്താണ് അടി കൊള്ളുന്നത് അവരുടെ ദെൻ കണ്ണിൽ കെട്ടിക്കൊണ്ട് വന്ന് അടിക്കണം. കളത്തിന് പുറത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ഔട്ടാവും. ഒരു സൂപ്പർ ടാസ്ക് ആയിരുന്നു. അപ്സര അതിനകത്ത് ലാസ്റ്റ് വിജയിക്കുന്നു. എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ്, അതിൽ വലിയ ഗെയിമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, ചലഞ്ചിങ്ങോ അങ്ങനെ ഒന്നുമുള്ള സംഭവം അല്ല അത്. അതിനുശേഷമാണ് പിന്നീട് ഗബ്രിയും ജാസ്മിനും കൂടെ രാത്രി ഒരു അടി നടക്കുന്നത്. അടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞത് ക്ലാരിറ്റി ഇല്ല. ശ്രീതു നിങ്ങളുടെ ടീമിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ജയിച്ചേനെ എന്നുള്ള ലെവൽ. അപ്പോൾ ജാസ്മിൻ നല്ലപോലെ ഗബ്രി എടുത്ത് ഫയർ ആവുന്നുണ്ട്. അതിൻ്റെ കാരണം അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. കാരണം ഞാൻ ലൈവ് ആ ടൈമിൽ കണ്ടില്ല, എപ്പിസോഡിൽ മാത്രമാണ് ഞാനത് കണ്ടത്. ശ്രീതുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ശ്രീതു അത് രണ്ടാമതെങ്കിൽ നിങ്ങൾ ജയിച്ചേനെ എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ ഗബ്രിയുടെ ഭയങ്കരമായി വഴക്കാവുന്നുണ്ട്. ജാസ്മിൻ നല്ലപോലെ ദേഷ്യപ്പെടുന്നുണ്ട്. ശ്രീതുവിനെ വിളിച്ചത് ഗബ്രി അത് ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. ജാസ്മിൻ പിണങ്ങി പോകുന്നുണ്ട്.
ഇവളെ പേപ്പട്ടി കിടന്ന് വലിക്കും പോലെ അവിടെ കിടന്ന് വലിച്ചു എന്നെല്ലാം ഇങ്ങനെ കുരയ്ക്കുമായിരുന്നു എന്നൊക്കെ ഗബ്രി പറയുന്നത്. ദേഷ്യത്തോടെ ജാസ്മിൻ എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഇത് രതീഷും ജിൻഡോയും കൂടെ മാറി ഇവരുടെ ഗെയിമാണോ, ഇവരിപ്പോൾ എന്തിനാണ് അവിടെ കിടന്ന് പൊട്ടിക്കുന്നത് എന്നെല്ലാം സംസാരിക്കുന്നുണ്ട്. പിന്നെ രാത്രി ഇവർക്ക് പാട്ടിട്ട് കൊടുക്കുകയാണ്. അതായത് ശ്രീതു വന്നു പവർ ടീം എല്ലാവരും കൂടെ രാത്രി കിച്ചൺ ടീമിന് വേണ്ടിയിട്ട് ഒരു പാട്ടിട്ട് കൊടുക്കണം. അവർ പണിയൊക്കെ ചെയ്യുമ്പോൾ അവർക്കൊരു പ്രചോദനമാണെന്ന് പറയുന്നത് കൊണ്ട് എല്ലാവർക്കും വേണ്ടി രാത്രി ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ബിഗ് ബോസ് പാട്ടിട്ട് കൊടുക്കുകയാണ്. ബൊമ്മ ബൊമ്മ ചാഞ്ചാടിക്കുന്നില്ലേ, ആ പാട്ടിട്ട് കൊടുത്ത് എല്ലാവരും ഹാപ്പിയാണ്. ഇതാണ് മെയിൻ എപ്പിസോഡ്. ഇനി ദെൻ പ്ലസ്സിലുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോറയും ശ്രീരേഖയായിട്ടുള്ള ഒരു അടിയാണ്. ആ അടിയെന്ന് വെച്ചാൽ ശ്രീരേഖയുടെ ഒരു ആക്ട് ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച സ്ത്രീധനത്തിനെതിരെ. അപ്പോൾ ആ ആക്ട് നടക്കുന്ന സമയത്ത് നോറ കരഞ്ഞു. അപ്പോൾ ഈ ആക്ട് അത്ര നന്നായിട്ട് എല്ലാവരും നിങ്ങൾ പെർഫോം ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെയാണെങ്കിൽ നീ എന്തിനാണ് അന്നേരം ഇരുന്ന് കരഞ്ഞതെന്ന് ശ്രീരേഖ തിരിച്ചു ചോദിച്ചു. അപ്പോൾ എൻ്റെ സ്വന്തം ജീവിതാനുഭവങ്ങൾ കൊണ്ടാണ് ഞാൻ ആ കരഞ്ഞത്, എന്നെ അത് വെച്ച് കുത്തി നോക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നോറ ഭയങ്കരമായിട്ടൊരു ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു സംഭവം അവിടെ ഉണ്ടാക്കി നേരെ എന്നെ അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു മറ്റതാണ് മറിച്ചതാണ് അവർ ചീപ്പാണ് എന്നെല്ലാം പറഞ്ഞ് നോറ കുറേ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റും പറഞ്ഞ് കൺഫെഷൻ റൂമിൽ വിളിച്ച് ബിഗ് ബോസ് സോൾവ് ചെയ്ത് വിടുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ പറയുന്ന പോലെ ശ്രീരേഖ ചോദിച്ചത് നമ്മൾ കളിച്ചതെന്ന് മാത്രം ഓക്കെ ആയില്ല എന്നുണ്ടെങ്കിൽ നീ എന്തിനാണ് അവിടെ ഇരുന്ന് കരഞ്ഞത് എന്നാണ് ചോദിച്ചത്. പക്ഷേ നോറ ഇതിനെ എടുത്തത് എൻ്റെ ജീവിതാനുഭവങ്ങൾ എനിക്ക് വേദന തന്നതുകൊണ്ട് ആ സംഭവം വെച്ച് നീ എന്തിനാണ് അവിടെ കരഞ്ഞൊലിപ്പിച്ച് നടന്നത് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അവരത് എടുത്തത്. ഓക്കെ, ഇതാണ് മെയിൻ ഇൻസിഡൻറ്റ്. അത് സോൾവ് ഒന്നും ആവുന്നില്ല, അതങ്ങ് തീരുന്നു. പിന്നീട് നടക്കുന്നതാണ് റസ്മിനും അഭിഷേകും കൂടെ ആയിട്ടുള്ള ഒരു കോള് പോലെ അവരിന്ന് സംസാരിക്കുകയാണ്. ആടാ ഇങ്ങനെ ഉണ്ടടാ എന്നൊക്കെ റസ്മിൻ ഇങ്ങനെ അപ്പോൾ അപ്പോഴാണ് അഭിഷേക് പറയുന്നത് നമ്മൾ വിചാരിച്ച പോലെ അല്ല, നമ്മൾ പറയാമെന്ന കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ല, സമ്മതിക്കുന്നില്ല, അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നല്ല. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ബിഗ് ബോസ് അഭിഷേക് ശ്രീകുമാറിനെ അടിച്ചോദിക്ക് മൂലക്കിരുത്തിയിരിക്കുകയാണ്. ഒരു പണിയും അഭിഷേകിനോട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. കാരണം അഭിഷേകിൻ്റെ ഐഡിയോളജീസ് പുറത്തു വരാൻ സമ്മതിക്കുന്നില്ല. പിന്നീട് പ്ലസ്സിൽ നടക്കുന്ന ഒരു ഇൻസിഡൻ്റ് ആണ്. നമ്മുടെ പവർ റൂം എല്ലാവരും പറയുന്നത് നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സാർ മാഡം എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കണം. അപ്പോൾ അത് നമുക്ക് ചിലപ്പോഴേ പറ്റത്തുള്ളൂ, ചിലപ്പോൾ പറ്റത്തില്ല. അതിപ്പം കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ പറയുന്നു കുട്ടികളെ മുതിർന്നവർ കാണുമ്പോൾ റെസ്പെക്റ്റ് ഇല്ലാതെ പെരുമാറുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലോ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നു. പക്ഷേ നമ്മൾ കഴിവതും ശ്രമിക്കാം എന്ന് പറയുന്ന ഒരു സംഭവമാണ് അതിനകത്ത് കാണുന്നത്. ഇത്രയാണ് പ്ലസ്സിലുള്ളത്. ഇതാണ് ഇന്നത്തെ പക്ഷേ എനിക്ക് വലിയ സംഭവം തോന്നിയില്ല. ഇന്ന് രതീഷ് വന്നിട്ടും രതീഷിനെ ഒന്നുകിൽ കണ്ടസ്റ്റൻ്റ് ആക്കുക. ഈ ഗസ്റ്റായിട്ട് രതീഷോടെ വന്നിരുന്നിട്ട് ഒരു കാര്യമില്ല. വെറുതെ അയാളുടെ മെൻ്റൽ സ്റ്റെബിലിറ്റിയെ കൂടെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഗസ്റ്റായിട്ട് അയാൾ അവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. അത് മാറണം. നിങ്ങൾ വൈകിപ്പിക്കാതെ പോയി വോട്ട് ചെയ്യുക നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റിന് വേണ്ടി. ഇല്ലെങ്കിൽ വോട്ട് സ്പ്ലിറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ നടക്കും. സോ വോട്ട് ചെയ്യുക, അർഹതപ്പെട്ടവരവിടെ നിർത്തുക, ബാക്കിയുള്ളവരെ ഇറക്കുക. നാളത്തെ അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം, പ്രൊമോ വരട്ടെ, അതിന് വിശേഷങ്ങളായിട്ട് വരാം. നാളെ BB ഹോട്ടൽ ടാസ്ക് പോലത്തെ ഒരു ടാസ്ക്കാണ്, ചലഞ്ചിങ് ടാസ്ക് 1 ആണ്. നമുക്ക് നോക്കാം എന്താവും എന്നുള്ള. സൂപ്പർ എൻ്റർടൈനിങ് ആയിട്ട് നമുക്ക് കണ്ടിരിക്കാം. അടുത്ത അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ബിഗ് ബോസ് ആണെന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എൻ്റെ FB പേജും ഇൻസ്റ്റാ പേജ് ഫോളോ ആയി സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, ബിഗ് ബോസിൻ്റെ വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.